ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ലഞ്ചിന് കർക്കിടക കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ ധാന്യങ്ങളാണ് ചേർത്തിരിക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉലുവ എടുത്തിട്ടുണ്ട്, ചെറുപയർ എടുത്തിട്ടുണ്ട്, ജീരകം, മുതിര, ഇത് കുത്തരി, പിന്നെ റാഗി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധാന്യങ്ങളെല്ലാം ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഇന്ന് കഞ്ഞി ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഓവർനൈറ്റ് ഫുള്ള് വെള്ളത്തിലിട്ട് വെച്ചിരിക്കാം. ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ഇതേ വെള്ളത്തോടെ നമുക്ക് കുക്കറിലിട്ട് വേവിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് റാഗിയും വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ഇത് നമുക്ക് ലാസ്റ്റ് നന്നായിട്ട് അരച്ചിട്ട് ഇതിൻ്റെ പാല് കഞ്ഞിയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ റാഗിയുടെ ഈ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പാലും റെഡിയാക്കി എടുക്കാം. തേങ്ങ ചിരകിയിട്ട് നമ്മൾ തേങ്ങാപ്പാലെടുക്കുമല്ലോ, അതുപോലെ പാലെടുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ റാഗിയും നന്നായിട്ട് അരച്ചിട്ട് അരിപ്പയിലിട്ട് അരിച്ചെടുത്തിട്ട് ആ പാലും നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് രണ്ടും നമുക്ക് കഞ്ഞിയിൽ എല്ലാം വെന്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് റാഗിയുടെ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ട പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇത് കട്ട പിടിക്കും. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ നന്നായിട്ട് കഞ്ഞി എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കഞ്ഞി റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഈ മാസം എല്ലാവരും ഇതുപോലെ ധാന്യങ്ങളും ഉലുവയൊക്കെ ഒരുപാട് കഴിക്കുമല്ലോ. അപ്പം നമുക്ക് ഇടയ്ക്ക് ഇതുപോലൊരു കഞ്ഞിയൊക്കെ ലഞ്ചിനായാലും രാത്രി ആയാലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോടെ കുടിക്കാം. അപ്പോൾ കഞ്ഞി റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ചൂടോടെ കുടിക്കാം. നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.